വോർക്കാടി ഗ്രാമപഞ്ചായത്തിലെ CPM ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. BJP പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു സമരം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. CPIM ഭരണം കൈയാളുന്ന വോർക്കാടി ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. മാത്രമല്ല, പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലെത്തിയ പഞ്ചായത്ത് ക്ഷേമനിധി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും BJP പ്രവർത്തകരെയും അധിക്ഷേപിച്ച CDS ചെയർപേഴ്സന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇവരെ തിരുത്തുന്നതിന് പകരം BJP നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചതെന്നും കുറ്റപ്പെടുത്തിയുമാണ് വ്യാഴാഴ്ച രാവിലെ BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. മജിർപ്പള്ളിയിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയതോടെ പോലീസ് തടഞ്ഞു. BJP പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ സമരം പാർട്ടി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ പ്രദേശത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് ആ പഞ്ചായത്തിലേക്ക് പോകുന്നത് അത് സ്വാഭാവികമാണ്. അത്തരത്തിൽ നമ്മളുടെ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ചയുടെ ഒരു പ്രവർത്തകൻ ഈ ഗ്രാമപഞ്ചായത്തിന് അകത്ത് പോയി സാധാരണക്കാരന്റെ വിഷയങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോകുന്ന വഴി ഇടയിൽ അറിയാതെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഇരിക്കുന്ന ആ ഹാളിന്റെ വാതിലിന്റെ ഒരറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കിപ്പോയി നമ്മുടെ പ്രവർത്തക വന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തിയപ്പോ ഈ കുടുംബശ്രീയുടെ ചെയർപേഴ്സന് ആകമാനം ഭ്രാന്തളകി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കർ പൊയ്യ അധ്യക്ഷനായി. മഹിളാ മോർച്ച നേതാവ് KS രമണി മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് വരുന്ന ഫണ്ടുകൾ, കേന്ദ്ര സർക്കാർ വരുന്ന ഫണ്ടുകൾ അടിച്ചു മാറ്റുമ്പോ അതിലും ഒരു ദയനീയതയുണ്ട്. കണക്ക് ചോദിക്കാൻ അറിയാത്ത SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഫണ്ട് അടിച്ചു മാറ്റാൻ വളരെ എളുപ്പം. ഞാനൊരു BJPയുടെ പ്രവർത്തകയാണ്. സാധാരണ കഴിഞ്ഞ് എല്ലാ ഉൾപ്രദേശങ്ങളിലേക്ക് SC/ST വീടുകൾ പോയി സന്ദർശിച്ചു വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു ദയനീയ രംഗമുണ്ട്. അവർക്ക് പാസ്സാവുന്ന 6 ലക്ഷം രൂപയിൽ 1, 2, 3 ലക്ഷം രൂപ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ അവർ ലെറ്റർ ബുക്കിൽ പെൻസിൽ കൊണ്ട് എഴുതി വെക്കും. മറന്നു പോകരുത്, കൊടുത്തതാണെന്ന് വരുത്തി തീർക്കാൻ. ഈ പറയുന്ന തുക മുഴുവനും അവർ കള്ളത്തരത്തിൽ എഴുതിയെടുത്ത് ഇതിന്റെ ഫണ്ടിന്റെ കണക്ക് ചോദിക്കുക, കേന്ദ്രത്തിൽ നിന്ന് കണക്ക് ചോദിക്കുമോ? നേതാക്കളായ മുരളീധര യാദവ്, മണികണ്ഠ റൈ, മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് BM ആദർശ്, ജനറൽ സെക്രട്ടറിമാരായ KV ഭട്ട്, യതിരാജ്, മുതിർന്ന നേതാവ് ദുമ്മപ്പ ഷെട്ടി, താമരാക്ഷൻ, BJPയുടെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.